KPCC പ്രസിഡന്റിന് മാത്രം വ്യക്തമായി ഒരു വ്യക്തത വരുത്താൻ കഴിയുന്ന, വിശദീകരിക്കാൻ കഴിയുന്ന ഒരു ചോദ്യത്തിലേക്കാണ് ഞാൻ വരുന്നത്. കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണിയെ UDF-ലേക്ക് കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് സോണിയാഗാന്ധി ടെലിഫോണിൽ വിളിച്ച് സംസാരിച്ചു എന്ന വാർത്ത വന്നിരുന്നു. ശരിയാണോ തെറ്റാണോ? ഞാനറിയില്ല. ഞാൻ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ ആരുമായിട്ടും അവരോട് ആരെങ്കിലും ഇതറിയുന്നതായിട്ട് ആരും പറഞ്ഞിട്ടില്ല. അപ്പം അങ്ങനെ ഒരു സംഭാഷണം നടന്നതായിട്ട് എനിക്കറിയില്ല. ഞാനും മാധ്യമങ്ങളിൽ നിന്നാണ്, പത്രത്തിൽ നിന്നാണ് വായിച്ചത്. ജോസ് കെ മാണിക്ക് UDF-ലേക്ക് വരുന്നതിൽ എന്തെങ്കിലും തടസ്സമുണ്ടോ? അവരും കൂടെ ആലോചിക്കേണ്ടതാണ്, ഞങ്ങളും കൂടെ ചർച്ച ചെയ്യേണ്ടതാണ്. അല്ല, വാതിലുകൾ മലർക്കെ തുറന്നിട്ടിരിക്കുന്നു, അടച്ചിട്ടില്ല എന്നാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞത്. വാതിൽ തുറന്നു തന്നെ. ജോസ് കെ മാണിക്ക് സ്വാഗതം. അത് UDF-ന്റെ ജനപിന്തുണ വർദ്ധിപ്പിക്കാനാണ്, ജനകീയ അടിത്തറ വർദ്ധിപ്പിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. അത് ഇലക്ഷനിൽ ഞങ്ങൾ അതിനനുസരിച്ചുള്ള കരുനീക്കങ്ങൾ നടത്തി. ആ ബെൽറ്റിലൊക്കെ ഞങ്ങൾ ജയിച്ചു വന്നു. കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി UDF-ന് ശക്തമായിട്ടുള്ള വിജയം കൈവരിക്കാൻ വേണ്ടി സാധിച്ചു. ജനകീയ അടിത്തറ വികസിപ്പിച്ചു. ഇപ്പോൾ കൂടുതൽ ആളുകൾ വരുന്നു, ഇനിയും കൂടുതൽ ആളുകൾ വരും. പാർട്ടികൾക്കും ചിന്തിക്കാം. അല്ല, ജോസ് കെ മാണി വരുന്നതിന് ഒരു പ്രധാനപ്പെട്ട തടസ്സം ഈ പാലാ സീറ്റിന്റെ കാര്യത്തിലാണ്. പാലാ സീറ്റിൽ മാണി സി കാപ്പൻ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലല്ലോ. പനുനയ നീക്കങ്ങളൊക്കെ ലീഗിനെ അതിൻ്റെ ഒരു ഘട്ടം വരുമ്പം അതൊക്കെ ചർച്ച ചെയ്തിട്ട് പരിഹാര മാർഗങ്ങളിലേക്ക് എത്താൻ കഴിയുന്ന വിഷയങ്ങളെ ഉണ്ടാവും. ഈ ജോസ് കെ മാണി ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനം എന്തായാലും പ്രസിഡന്റ് ശ്രദ്ധിച്ചു കാണുമില്ല. അദ്ദേഹം പറഞ്ഞ കാര്യം, ഇപ്പോൾ LDF വിടുന്നതിന് ഒരു കാരണമില്ല, പക്ഷേ UDF-ലേക്ക് വരാതിരിക്കാൻ ധാരാളം കാരണങ്ങളുണ്ട്. കാരണം UDF ഞങ്ങളെ പുറത്താക്കിയതാണെന്ന്. ആ കാര്യത്തിൽ ഒരു പശ്ചാത്താപം ഉണ്ടോ? അല്ല, അവരാലോചിക്കട്ടെ. ഞാൻ മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നിടത്തോളം നാളെ അവരുടെ ഹൈ പവർ കമ്മിറ്റി കൂടുകയാണ്. അതെ, ഇതുകൂടി തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി, വാട്ട് അവർ നെയിം ഇറ്റ് മേ ബി ഗിവൺ. അപ്പോൾ അവരാലോചിക്കട്ടെ, തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ജനഹിതം എന്താണ്, ജനവിധി എന്താണ്, പരിശോധിക്കട്ടെ. എന്ന് പറഞ്ഞാൽ അവർക്കുള്ള അവർ രാഷ്ട്രീയ തീരുമാനം അവരിൽ എടുക്കണ്ടേ. അതായത് ജയസാധ്യത നിൽക്കുന്ന ഈ ഘട്ടത്തിൽ UDF-ലേക്ക് വരികയല്ലേ ബുദ്ധി എന്നല്ലേ പ്രസിഡന്റ് പറഞ്ഞതിന്റെ അർത്ഥം? അത് അവർ തീരുമാനിക്കട്ടെ, അവരാലോചിക്കട്ടെ. അല്ല, ജയപരാജയങ്ങൾ നോക്കി നിലപാടെടുക്കുന്ന പാർട്ടിയല്ല ഞങ്ങളുടേതെന്ന് ജോസ് കെ മാണി പറഞ്ഞല്ലോ. അവർക്ക് അവരുടേതായ നിലപാട് സ്വീകരിക്കാം, സ്വതന്ത്ര നിലപാട് സ്വീകരിക്കാം. ഈ ജോസ് കെ മാണിയുടെ ഇന്നലത്തെ അഭിപ്രായ പ്രകടനങ്ങളിൽ ഒരു വ്യക്തതയുണ്ടോ അതോ ഇല്ലേ? മാധ്യമങ്ങൾ പറഞ്ഞത് അതിൽ അവ്യക്തതയുണ്ടെന്ന്. അല്ല, KPCC പ്രസിഡന്റിനെ പോലെ ഇത്ര ദീർഘകാലത്തെ രാഷ്ട്രീയ പ്രവർത്തന പരിചയമുള്ള ഒരാൾക്ക് അതിൽ വ്യക്തത ഉണ്ടായോ? ഇത് വിലയിരുത്താം, നമുക്ക് കാണട്ടെ. അതായത് UDF-ന് ഇപ്പോഴും ഒരു പ്രതീക്ഷയുണ്ട് ജോസ് കെ മാണിയുടെ കാര്യത്തിൽ. ഇല്ലില്ല, മാധ്യമങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് 16 ഒരു ക്രൂഷ്യൽ ഡേ ആണ് അവരെ സംബന്ധിച്ച്. ലെറ്റ് ദം ഡിസൈഡ്. അതിനു മുമ്പ് എന്തെങ്കിലും നെഗോസിയേഷൻസ് നടക്കുന്നുണ്ടോ? ഇപ്പോൾ അവരെ സംബന്ധിച്ച് ധാരാളം കൺസേൺസ് ഉണ്ടല്ലോ ഇങ്ങോട്ട് വരുന്ന കാര്യത്തിൽ. അവരാലോചിക്കട്ടെ. നെഗോഷിയേഷൻസ് ഏതളവ് വരെ UDF ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണം? അതൊക്കെ എൻ്റെ സമയത്ത് ആലോചിക്കും. പാലാ സീറ്റിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച വേണ്ടി വരും. ചർച്ച ചെയ്തിട്ടേ ഇല്ല. പ്രസിഡന്റ് ചോദ്യത്തിന് മുമ്പ് തന്നെ ഉത്തരം പറയാം. അല്ല, ജോസ് കെ മാണിയുടെ കാര്യത്തിൽ അല്ലല്ല, ഞാൻ ജോസ് കെ മാണിയുടെ കാര്യത്തിൽ അവർ വളരെ ആകാംക്ഷയോടുകൂടിയായിരിക്കും. അങ്ങനെയുണ്ട്, ചില ചോദ്യം കേൾക്കുമ്പോൾ തന്നെ ഈ ചോദ്യകർത്താവിന്റെ ഇന്റൻഷൻ മനസ്സിലാക്കിയിട്ട് ആൻസർ അങ്ങ് പറഞ്ഞേക്കാണെങ്കിൽ. പക്ഷേ വെരി റെലവന്റ് സ്പെസിഫിക് ക്വസ്റ്റ്യൻ ഈ പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റിൽ ചോദ്യകർത്താവിനും മറ്റ് ദുഷ്ടചിന്തകളൊന്നുമില്ല. ഈ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് മനസ്സിലായത്, ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസിന്റെ എമ്മിന്റെ ഇങ്ങോട്ടേക്കുള്ള വരവിൽ KPCC പ്രസിഡന്റിന് അങ്ങനെ ഏതെങ്കിലും തരത്തിലൊരു അതൃപ്തിയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അത് വേണ്ടാതൊരു നിലപാടോ ഇല്ല? ഒന്നുമില്ല, പാർട്ടിക്ക് കൂട്ടായിട്ടുള്ള തീരുമാനമുള്ളൂ. അതിനെന്താണ് പ്രസിഡന്റ് ഒരു തടസ്സം ഇപ്പോൾ മുന്നണിക്കകത്ത്? ഞാൻ ചോദിക്കുന്നത് UDF-നകത്ത് എന്താണ്? ഞങ്ങളിപ്പോൾ വേറൊരു മുന്നണിക്കകത്ത് നിൽക്കുന്ന കക്ഷി, അവരാ തീരുമാനിക്കേണ്ടത്. അവരുടെ നിലപാട് ശരിയാണോ, LDF-ന്റെ നിലപാട് ശരിയാണോ, പാളിച്ചയുണ്ടോ, ശബരിമല ഉൾപ്പെടെ സർക്കാരിനെതിരെയുള്ളൊരു വിധിയെഴുത്താണോ? CPI പറഞ്ഞിട്ടുണ്ട്, CPM-ന്റെ തന്നെ ജില്ലാ ഘടകങ്ങൾ പറഞ്ഞിട്ടുണ്ട്. LDF-ന്റെ ആദ്യത്തെ യോഗത്തിൽ പരാജയ കാരണങ്ങൾ ചർച്ച ചെയ്യാൻ പോലും LDF-ന് സാധിച്ചിരുന്നില്ലല്ലോ. ഇത് സർക്കാർ വിരുദ്ധ ജനവിധി അല്ല എന്ന് വാദിക്കാനല്ലേ അവർ ശ്രമിച്ചത്. അതൊക്കെ വിലയിരുത്തട്ടെ. അല്ല, കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ച് അവർ പറഞ്ഞത്, ഞങ്ങൾ ചോദിച്ചതെല്ലാം ആവശ്യപ്പെട്ടതെല്ലാം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ KM മാണിയുടെ സ്മരണ നിലനിർത്താൻ വേണ്ടി ഭൂമി അനുവദിച്ചതടക്കം എല്ലാ കാര്യങ്ങളിലും അനുകൂലമായ ഒരു നിലപാടെടുക്കുമ്പോൾ ആ മുന്നണിയിൽ നിന്ന് പുറത്തു വരാൻ ഒരു രാഷ്ട്രീയ കാരണം വേണ്ടേ എന്നാണ് അവർ ചോദിക്കുന്നത്. അവരുടെ വ്യക്തിഗത താല്പര്യങ്ങളോ സ്ഥാനമാനങ്ങളോ
മാത്രമാണെങ്കിൽ അങ്ങനെ പരിമിതപ്പെടുത്താം. അതല്ല, കേരളത്തിൻ്റെ നന്മയ്ക്ക് ജനങ്ങളുടെ മനസ്സനുസരിച്ച് അവർക്ക് ആലോചിക്കാം, അതുകൂടി പരിഗണിച്ച് അവർക്ക് ആലോചിക്കാം. ഈ മാണി സി കാപ്പനെ മാത്രം അനുനയിപ്പിച്ച പോരല്ലോ പ്രസിഡന്റ്, കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തെയും കൂടി അനുനയിപ്പിക്കണ്ടേ? ഈ മാണി വിഭാഗത്തെ അതിൻ്റെ മോഡസ് ഓഫ് ഓപ്പറേഷൻ ഒന്നും ഞങ്ങൾ വിശദമായിട്ട് ചർച്ച ചെയ്തിട്ടില്ല. ആവശ്യം വന്നാൽ ഞങ്ങൾ ചർച്ച ചെയ്യും. അത് കയ്യിലുണ്ട്, ആ പ്ലാൻ കയ്യിലുണ്ട്. ആവശ്യം വന്നാൽ ഞങ്ങൾക്ക് അത് ആലോചിക്കാൻ പറ്റും. അല്ല, ഞാൻ ചോദിക്കുന്നത് അങ്ങനെ വിളിക്കുന്നതിന് മുമ്പ് നമുക്കൊരു പദ്ധതി വേണമല്ലോ. അങ്ങനെ ഒരു പദ്ധതി ഉണ്ടല്ല? പ്രഖ്യാപിക്കേണ്ട പദ്ധതികളൊന്നും പ്രഖ്യാപിക്കാതെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന രാഷ്ട്രീയത്തിലൊക്കെ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഡെവലപ്മെന്റ്സ് അല്ലേ. ശരി, കാര്യങ്ങളുടെ പുരോഗതി അനുസരിച്ച് ആലോചിക്കും. കേരള കോൺഗ്രസ് ജോസ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.